ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് എന്താണ് എന്നുള്ളൊരു കാര്യമാണ്. കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ, ഇതാണ് നമ്മളിവിടെ ഈ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് കാണാനായിട്ട് ശ്രമിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ ഒരു വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്കിത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഈ റീഡിങ്ങിൽ വരുന്ന സിറ്റുവേഷൻസ്, ക്ലൂസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ വിട്ടേക്കുക. ഫോഴ്സ്ഫുള്ളി റെസിനേറ്റ് ചെയ്യാതിരിക്കുക. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നിങ്ങളുടെ പേഴ്സണെ ഇങ്ങനെ മനസ്സ് വിചാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മളിവിടെ നോക്കുന്നത് കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് എന്താണ്, നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് എന്താണ് എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ നോക്കുന്നത്. കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. നിങ്ങളുടെ പേഴ്സണിൻ്റെ ഈ ഒരു സമയത്ത് ഫീലിങ്സ് എന്താണ്, നിങ്ങളുടെ പേഴ്സണിൻ്റെ കറണ്ട് ഫീലിങ്സ്. ഓക്കെ, ഫസ്റ്റ് തന്നെ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഏസ് ഓഫ് സോൾസ് ആണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ പേഴ്സണിൻ്റെ കറണ്ട് ഫീലിങ്സ് എന്താണ്, നിങ്ങളുടെ പേഴ്സണിൻ്റെ കറണ്ട് ഫീലിങ്സ് എന്താണ് എന്നുള്ളൊരു കാര്യമാണ് നമ്മളിവിടെ നോക്കുന്നത്. നിങ്ങളുടെ പേഴ്സണിൻ്റെ കറണ്ട് ഫീലിങ്സ് എന്താണ്. ഓക്കെ, നിങ്ങളുടെ പേഴ്സണിൻ്റെ കറണ്ട് ഫീലിങ്സ് എന്താണ്. നിങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് എന്തൊക്കെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, ഈ സമയത്ത് അവർ എന്താണ് നിങ്ങളെക്കുറിച്ചും നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ചും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സണിൻ്റെ കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ, അതാണ് നമ്മളിവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന മാസ്റ്റർ കാർഡ് 3 ഓഫ് പെൻറ്റക്കിൾസ് ആണ് നമുക്കിവിടെ മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. പിന്നെ ക്യൂൻ ഓഫ് കപ്സ്, 4 ഓഫ് കപ്സ്, കപ്സിൻ്റെ എനർജീസ് ആണ് കൂടുതലും വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ് എന്ന് പറയുന്നത്. നമ്മളിവിടെ നോക്കുന്നത് കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ, ഇതാണ് അപ്പം നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ് എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു വ്യക്തി നിങ്ങളെക്കാളും അധികമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിനേക്കാളും അല്ലെങ്കിൽ പ്രാധാന്യം കൊടുക്കുന്നത് മറ്റേതോ ഒരു കാര്യത്തിന് ആണ് എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഒരുപക്ഷെ അത് നിങ്ങൾക്ക് അറിയാതിരിക്കാം എന്ത് കാര്യത്തിനാണ് അവർ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതെന്ന്. ഒരുപക്ഷെ അവരുടെ ഒരു സെൽഫ് ഗ്രോത്ത് ചെയ്യാനുള്ള കാര്യങ്ങൾക്കായിരിക്കാം, അല്ലെങ്കിൽ അവരൊരു മെറ്റീരിയലിസ്റ്റിക് ആയ ഒരു പേഴ്സൺ ആയിരിക്കാം. അപ്പം മണി മാറ്റേഴ്സിനോ അങ്ങനെയൊക്കെ ആയിരിക്കാം. അല്ലെങ്കിൽ അവരുടെ ഉയർച്ചയ്ക്ക് വേണ്ടി ഇമ്പോർട്ടൻസ് അവർ കൊടുക്കുന്നുണ്ടാകാം. നിങ്ങളിൽ നിന്ന് അകന്നു പോയിട്ടുള്ള, അതായത് അവരുടെ ഒരു ഉയർച്ചയ്ക്ക് വേണ്ടി ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് നിങ്ങളിൽ നിന്ന് അകന്നു പോയിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് നിങ്ങളുടെ ഈ ഒരു പേഴ്സൺ. അപ്പോൾ നിങ്ങളുടെ വ്യക്തിയുടെ ഈ ഒരു ക്യാരക്ടർ നോക്കിയാൽ ഏതെങ്കിലും ഒരു കാര്യം അവർക്ക് മനസ്സിൽ അവർ നേടണമെന്ന് മനസ്സിൽ വിചാരിച്ചു കഴിഞ്ഞാൽ അവർ അതിനായിട്ട് ഏത് അറ്റം വരെ പോകാൻ വേണ്ടിയും മടിയില്ലാത്ത ഒരു വ്യക്തിയായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തൻ്റെ ഈ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് അല്ലെങ്കിൽ നോ കോണ്ടാക്ട് എന്നതിനേക്കാളും അവർക്ക് വലുത് അവരുടെ ഒരു അല്ലെങ്കിൽ അവരുടെ ഒരു ഗോളാണ്, അല്ലെങ്കിൽ അവരുടെ ഒരു ലക്ഷ്യമാണ്. അപ്പൊ ആ ഒരു ലക്ഷ്യത്തിലേക്ക് അവർ പോയിട്ടുണ്ടാവുക. ഈ റിലേഷൻഷിപ്പിനേക്കാളും അല്ലെങ്കിൽ ബ്രേക്കപ്പ്, നോ കോണ്ടാക്ട് ഇതൊന്നും ആ ഒരു സമയത്ത് അവരെ സംബന്ധിക്കുന്ന ഒരു കാര്യമല്ല. അവർ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്ത ആ ഒരു കാര്യത്തിലേക്ക് അവർ പോയിട്ടുണ്ടാവുക. ഇപ്പൊ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇങ്ങനെ ആകാനുള്ള ഒരു റീസൺ എന്ന് പറഞ്ഞാൽ അത് ഒരു പരിധി വരെ നിങ്ങളുടെ പേഴ്സന്റെ ആ ഒരു സെൽഫിഷ്നെസ് ആണ്. അവർക്ക് കൂടുതൽ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോയിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇവരുടെ ഒരു കറണ്ട് എനർജി നോക്കുമ്പോൾ ഇവരുടെ ഈ ആറ്റിറ്റ്യൂഡിന് ഒരുപാട് ഈ ഒരു സമയത്ത് മാറ്റം വന്നിട്ടുള്ളതായിട്ട് കാണുന്നു. ഒരുപക്ഷെ അവരുടെ കാഴ്ചപ്പാടുകൾ മാറിയതാകാം, ആ ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ടാകാം കാഴ്ചപ്പാടുകൾക്ക്. കാരണം അവരുടെ ആ ഒരു ഫോക്കസിന് വേണ്ടി, ആ ഒരു ഗോളിന് വേണ്ടി നിങ്ങളുടെ കാര്യം പതിയെ പെൻഡിങ്ങിലേക്ക് വെച്ചിട്ട് അതിന്റെ പുറകെ പോയിരിക്കുകയായിരുന്നു. അത് ചിലപ്പോൾ നിങ്ങൾ തമ്മിലൊരു മാരേജ് ഫിക്സ് ചെയ്യാൻ ആഗ്രഹിച്ചിരുന്ന വ്യക്തികളായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിലുള്ള ഒരു കമ്മിറ്റ്മെന്റ്സ് ഉള്ള വ്യക്തികളായിരിക്കാം. അപ്പോൾ എങ്ങനെയാണെങ്കിലും ഇത്തരം കാര്യങ്ങളെല്ലാം പെൻഡിങ് വെച്ചുകൊണ്ട് പിന്നെ ആവട്ടെ എന്നും ചിലപ്പോൾ തീർത്തും ഉപേക്ഷിച്ചിട്ടൊക്കെ ആയിരിക്കാം, എങ്ങനെയാണെങ്കിലും അതെല്ലാം മാറ്റി വെച്ചിട്ടാണ് അവർ മുന്നിലോട്ട് പോയിട്ടുള്ളതെങ്കിൽ ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ അവരുടെ ആ ഒരു ആറ്റിറ്റ്യൂഡിന് മാറ്റം വന്നിട്ടുണ്ട്. അതായത് അവർ എന്തിനു വേണ്ടിയാണോ ഇറങ്ങി തിരിച്ചത് ആ ഒരു ഫോക്കസ് പതിയെ
ഡൈവേർട്ടായിട്ട് അത് നിങ്ങളിലേക്ക് തന്നെ വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അവിടെ നമുക്ക് അതാണ് കാണാൻ പറ്റുന്നത്. ചിലരുടെ ഒരു കേസിൽ ഈ ഒരു സെപ്പറേഷനോ അല്ലെങ്കിൽ ലെസ് കോണ്ടാക്റ്റോ നോ കോണ്ടാക്റ്റോ ഒക്കെ ആയിട്ട് കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ. മറ്റു ചിലർക്ക് കുറച്ച് ആളുകളെ നമുക്ക് കാണാൻ സാധിക്കുന്നത് കുറച്ച് ഡിസ്റ്റൻസ് ആയിട്ടുണ്ട്, അധികം നാളുകളായിട്ടുണ്ടാകാം എന്നാണ് നമുക്ക് കാണാനായിട്ട് വരുന്നത്. അപ്പം ഈ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്ന് അകന്നു പോയിട്ട് കുറച്ച് നാളുകളായിട്ടുള്ള വ്യക്തികളെയാണ് നമുക്ക് കൂടുതൽ കാണാൻ പറ്റുന്നത്. വളരെ ചുരുക്കം ആളുകളാണ് ലോങ് ഡിസ്റ്റൻസ് ആയിട്ടുള്ളവർ. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്ന ഒരു എനർജി. പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇവരുടെ ഒരു ഫോക്കസ് ഇപ്പോൾ നിങ്ങളിലേക്ക് ആണെന്നുള്ളത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഏത് കാര്യം ഫോക്കസ് ചെയ്താണോ അവർ പോയിട്ടുള്ളത്, നിങ്ങളെ വിട്ടിട്ട് അല്ലെങ്കിൽ നിങ്ങളെ ഉപേക്ഷിച്ചിട്ട് അവർ ഏത് കാര്യം ഫോക്കസ് ചെയ്താണോ അവർ പോയത്, അത് അവർക്ക് അവിടെ നല്ല രീതിയിൽ നടന്ന് കിട്ടിയിട്ടുണ്ടാകില്ല. അപ്പോൾ ആ ഒരു ലോസ്, ആ ഒരു വിഷമം അവരെ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട്. അപ്പോഴാണ് നിങ്ങളുടെ ഒരു വാല്യൂ അവർ മനസ്സിലാക്കുന്നത്. അപ്പോൾ അവരുടെ ആ ഒരു ലോസ് വന്നു കഴിഞ്ഞപ്പോൾ അതൊന്ന് ഷെയർ ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ കുറച്ച് അഡ്വൈസ് വാങ്ങാൻ ഒക്കെ അവർ തിരിഞ്ഞു നോക്കുമ്പോൾ അവർക്ക് അങ്ങനെ ഒരു വ്യക്തി അവരുടെ ലൈഫിൽ ഇല്ല. അവിടെ ശൂന്യമായി കിടക്കുന്നതായിട്ടാണ് അവർക്ക് കാണാനായിട്ട് വരുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കുകയാണ്, നിങ്ങളുടെ ഒരു വാല്യൂ അവർ മനസ്സിലാക്കുകയാണ്. അപ്പോൾ ചിലപ്പോൾ നിങ്ങളോട് അതൊക്കെ ഒന്ന് പറഞ്ഞ് ആശ്വസിക്കാനൊക്കെ ആയിരിക്കാം. പക്ഷേ ആ ഒരു സമയത്ത് നിങ്ങൾ അവിടെ ഇല്ല എന്ന കാര്യം അവർക്ക്, ആ ഒരു സത്യം അവർ അപ്പോഴാണ് മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ അങ്ങനെ ഒരാളേ ഇല്ല അവർക്ക് പറയാനായിട്ട്. അപ്പം ഈ ഒരു സിറ്റുവേഷനിലാണ് അവർ നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കുകയും നിങ്ങളിലേക്ക് തിരികെ വരണമെന്ന് ആഗ്രഹിക്കുകയും നിങ്ങളെ ഫോക്കസ് ചെയ്യാനായിട്ടൊക്കെ തുടങ്ങുക. അതാണ് ഡൈവേർട്ട് ചെയ്ത് നിങ്ങളിലേക്ക് വന്നിരിക്കുന്നത്. അപ്പം ഒന്നും ആകാൻ പറ്റാത്തത് കൊണ്ട് ഫോക്കസ് ഇങ്ങോട്ട് തിരിഞ്ഞു പോകുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഒത്തിരി നിരാശയുണ്ട് വ്യക്തിക്ക്. അപ്പോൾ ഈ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട്, വളരെയധികം റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് അവർ. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പും കൂടെ ഞാൻ നിലനിർത്തിക്കൊണ്ട് വേണമായിരുന്നു ആ ഒരു ഫോക്കസിലേക്ക് പോകാൻ, അല്ലെങ്കിൽ അതിലേക്ക് പോകാൻ ഇതൊന്നും മെയിൻറ്റെയിൻ ചെയ്ത് ഒരു സൈഡിൽ കൂടെ കൊണ്ടുപോകണമായിരുന്നു എന്നൊക്കെ ഇവർ ഇപ്പോൾ റിഗ്രറ്റ് ചെയ്യുകയും ചിന്തിക്കുകയും ഇവർക്ക് ഞാൻ കുറച്ച് ടൈം കൊടുക്കണമായിരുന്നു, അല്ലെങ്കിൽ കുറച്ച് സ്നേഹം കൊടുക്കണമായിരുന്നു എന്നൊക്കെ ഇപ്പോൾ അവർ ചിന്തിക്കുന്നുണ്ട്. അതിനൊക്കെ ഓർത്ത് അവർ ഒത്തിരി നിരാശപ്പെടുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് വരുന്നുണ്ട്. അപ്പം ഈ ഒരു സമയത്ത് ഈ ഒരു ഫോക്കസ് നിങ്ങളിലേക്ക് വന്നിരിക്കുന്നതുകൊണ്ട് തന്നെ വളരെയധികം ഒരു ആവേശം ഈ വ്യക്തിക്ക് ഉണ്ടാകുന്നുണ്ട്. മെന്റലിയും ഫിസിക്കലിയും ഒക്കെ ഇതിലേക്ക് നിങ്ങളിലേക്ക് വരുമെന്നും അതിനുശേഷം നിങ്ങൾ ഫോക്കസ് ചെയ്ത് നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ പോകുമെന്നും ഒക്കെ ഒരു എക്സ്പെക്ടേഷനും പ്രതീക്ഷയൊക്കെ ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ അവർക്കൊരു സന്തോഷം അല്ലെങ്കിൽ ഒരു ആവേശം അല്ലെങ്കിൽ ഒരു ഊഷ്മളത എന്നൊക്കെ പറയുന്ന പോലെ ആ ഒരു ഇത് അവർക്ക് വരുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ എന്തായാലും ഇനിയിപ്പോൾ അവർ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളെ നഷ്ടപ്പെടുത്താനായിട്ട് അവർ തയ്യാറാകില്ല. ഇനി ഒരിക്കലും അങ്ങനെ തയ്യാറാകില്ല. അങ്ങനെ ഒരു അവസരം വന്നു കഴിഞ്ഞാൽ തന്നെ വേറെ എന്തിലേക്കോ ഫോക്കസ് ചെയ്യേണ്ടതായിട്ടൊരു അവസരം വന്നാൽ പോലും നിങ്ങളെ നഷ്ടപ്പെടുത്താതെ ഈ ഒരു റിലേഷൻഷിപ്പ് നിലനിർത്തിക്കൊണ്ട് മാത്രമേ മറ്റൊന്നിലേക്ക് പോകുള്ളൂ. അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, എന്ത് കാര്യങ്ങളായിക്കോട്ടെ അതിലേക്ക് പോകുള്ളൂ എന്നൊരു ഡിസിഷൻ അവരെടുത്തിരിക്കുകയാണ്. ഇപ്പോൾ ഈ ഒരു നിങ്ങളോട് വല്ലാതെ ഒരു ഡിപ്പെൻഡൻസി, അതായത് ആശ്രയം, എനിക്കൊരു അഡ്വൈസ് വേണം, അല്ലെങ്കിൽ എനിക്കൊരു നല്ല അഡ്വൈസ് ഒക്കെ തന്നിരുന്ന ആളായിരുന്നു, അല്ലെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാൻ ഒരാൾ വേണം. അപ്പോൾ അതിന് ഏറ്റവും ബെറ്റർ ആയിട്ട് അവരിപ്പോൾ നോക്കുമ്പോൾ അവരുടെ ലൈഫിൽ നിങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് അവർക്ക് തോന്നുകയാണ്. അപ്പോൾ വളരെ ഡിപ്പെൻഡൻസി തോന്നുകയാണ് നിങ്ങളോട്. അപ്പം നിങ്ങൾ ഇനി മറ്റാരുടെ ഏതെങ്കിലും ആയിട്ടുണ്ടാകുമോ അവർ ഉപേക്ഷിച്ച് പോയ സമയത്ത്, അല്ലെങ്കിൽ അവർ നോ കോണ്ടാക്റ്റിലായിരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പ് വന്നിട്ടുണ്ടാകുമോ എന്നൊക്കെ ഓർത്ത് അവരിങ്ങനെ പേടിക്കുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട്. അപ്പം ഇനി അവരുടെ ഒരു ഗോള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളോടൊപ്പം നിന്ന് നിങ്ങളെ നേടണം. അതാണ് അവരിപ്പോൾ ആഗ്രഹിക്കുന്ന ഒരു ഗോള്. അപ്പൊ ആ ഒരു സമയത്ത് തന്നെ അവരുടെ ലൈഫിൽ അവർ ആഗ്രഹിക്കുന്ന ഒരു കാര്യം അതാണ്, നിങ്ങളോടൊപ്പം നിന്ന് നിങ്ങളെ നേടിയെടുക്കണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. പക്ഷെ നമുക്ക് ഇവിടെ അല്ലാതെ അവരുടെ ഒരു എനർജി നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതെന്ന് വെച്ചാൽ ഈ ഒരു സമയത്ത് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇപ്പോൾ ഇവർ തിരിച്ച് നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് വന്നു, ഒരു റീസ്റ്റാർട്ട് ഉണ്ടാവുകയാണ് എങ്കിൽ മാത്രം ഇവർക്കൊരു ഭാവിയിൽ, അതായത് ഫ്യൂച്ചറിൽ ഇവർക്കൊരു ലക്കിനെസ് വരുന്നുണ്ട് എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇപ്പൊ ഈ ഒരു വളരെ ഉയർച്ച ഉണ്ടാകും ഇവർക്ക്. കാരണം ഈ റിലേഷൻഷിപ്പ് വന്നതിന് ശേഷമേ അത് ഉണ്ടാകാനുള്ള ചാൻസ് ഉള്ളൂ. ഇവർ എന്തൊരു ഗോളിന് വേണ്ടി പരിശ്രമിച്ചോ ആ ഒരു ഗോൾ ഇവർക്ക് കിട്ടുന്നു, അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ടുള്ള നേട്ടം ഉണ്ടാകുക, എന്താണോ ഒരു കാര്യം അതവർക്ക് കിട്ടുന്നു, ഒരു ലക്നെസ് ഉണ്ടാകും. ഈ ഒരു റിലേഷൻഷിപ്പിന്റെ റീയൂണിയന് ശേഷം മാത്രമേ അത് നടക്കുകയുള്ളൂ. അപ്പം
അതൊന്നും ഇവർക്ക് അറിയണമെന്നുണ്ടാവില്ല. പക്ഷെ ഇവര് തിരിച്ചു വരുന്നത് നിങ്ങളെ നേടിയെടുക്കാൻ വേണ്ടി മാത്രമാണ്. പക്ഷെ ഇവർക്ക് അറിയാവുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഒപ്പമില്ലാതെ ഇവർ ഈ ഒരു കാര്യത്തിനൊന്നും പോയാൽ നടക്കുന്നില്ല എന്നുള്ള കാര്യം ഇവർക്ക് മനസ്സിലാവുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഉണ്ടെങ്കിലാണ് എന്ത് കിട്ടിയാലും ഒരു ഫുൾഫിൽമെന്റ് ഉണ്ടാവുന്നുള്ളൂ. അല്ലെങ്കിൽ ലാസ്റ്റ് ഇപ്പൊ കിട്ടും, അല്ലെങ്കിൽ ഇപ്പൊ നേടിയെടുക്കാം എന്ന ഇനി ഒരു സ്റ്റെപ്പും കൂടെ ഉള്ളൂ, അവിടം വരെ അവർ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ആ ഒരു അറ്റത്ത് വെച്ച് ഇവർക്ക് നഷ്ടപ്പെടുന്ന ഒരവസ്ഥ, അങ്ങനെ 2-3 വട്ടങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇവർക്ക് മനസ്സിലാകുന്നത് നിങ്ങളുടെ ഒരു പ്രസൻസ് ഇല്ലാതെ ഒന്നും നടക്കില്ല എന്ന കാര്യമാണ് അവരിപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നത്. അല്ലാതെ അവർക്കിപ്പോൾ ഇങ്ങനെ ഇത് കഴിഞ്ഞാൽ എനിക്ക് ലഗ്നസ് ഉണ്ടാകും, അതുകൊണ്ട് ഞാൻ ഈ റിലേഷൻ, അങ്ങനെയൊന്നുമല്ല ഈ റിലേഷൻ. പക്ഷെ നമുക്കിവിടെ കിട്ടുന്ന എനർജി വെച്ചിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിന്റെ റീസ്റ്റാർട്ടോടുകൂടി അവരുടെ ലൈഫിൽ വളരെ ഒരു ലക്കൊക്കെ നടക്കാനായിട്ട് പോകുന്നു, ഉയർച്ചയൊക്കെ ഉണ്ടാകാനായിട്ട് പോകുന്നു എന്നുള്ളത്. അപ്പൊ ജസ്റ്റ് നമ്മളത് ഒന്ന് കണക്ട് ചെയ്ത് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ഇവിടെ ഈ റിലേഷൻഷിപ്പിന് ഒരു റീസ്റ്റാർട്ട് അല്ലെങ്കിൽ ഒരു ന്യൂ ബിഗിനിങ് എന്തായാലും ഉണ്ടാകും, തീർച്ചയായിട്ടും ഉണ്ടാകും. അത് ഫസ്റ്റ് കാർഡ് തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ടാണ്. അതിനുശേഷം നിങ്ങൾ തമ്മിലൊരു സെലിബ്രേഷൻ ഉണ്ടാകും. 9 ഓഫ് കപ്സ് ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട്, ഇത് മൂണിന്റെ എനർജി ഉണ്ട്. അപ്പൊ എന്തായാലും പോസിറ്റീവ് കാർഡുകൾ ഒത്തിരി ഉണ്ട്. ഒരു ന്യൂ ബിഗിനിങ് നിങ്ങളുടെ കരിയറിൽ ഉണ്ടാകും, അത് എന്താണേലും ഉറപ്പുള്ള കാര്യം. അപ്പോൾ അങ്ങനെ ഉണ്ടാകും. അതുപോലെ തന്നെ ഈ വ്യക്തി ഇപ്പോൾ വിചാരിക്കുന്നത് നിങ്ങളുമായിട്ടൊരു റീയൂണിയൻ ഒക്കെ ചെയ്യണം, എന്നിട്ട് നിങ്ങൾ നല്ലൊരു റിലേഷൻഷിപ്പിലേക്ക് വരണം. അങ്ങനെ സ്മൂത്ത് ഗോയിങ് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇവർ ആ ഗോളിന് വേണ്ടി പരിശ്രമിക്കും. അങ്ങനെ പരിശ്രമിച്ചു കഴിയുമ്പോൾ അപ്പൊ ആ ഒരു നിങ്ങളോടൊപ്പം ചേർന്ന് ഉയരങ്ങളിൽ എത്തണം, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ആ ഒരു സക്സസ് സെലിബ്രേറ്റ് ചെയ്യണം എന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ ചിലവർക്കൊക്കെ തേർഡ് പാർട്ടി അല്ലെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ആയിരിക്കാം ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഉപേക്ഷിച്ച് തിരിച്ചു വരണമെന്ന് ഈ വ്യക്തി മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. കുറച്ച് ആളുകൾ മാത്രമാണ് ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളതായിട്ട് കാണുന്നത്. വേറെ മെറ്റീരിയലിസ്റ്റിക്കും അതുപോലെ ജോബ്, കരിയർ ഇതിനൊക്കെ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരുടെ ഒരു ഫാമിലി മെമ്പേഴ്സിന്റെ പ്രസൻസ്, അതൊക്കെയാണ് അവരെ ഒന്ന് സന്തോഷിപ്പിച്ച് നിർത്താൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ പോയിട്ടുള്ളതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. തേർഡ് പാർട്ടി ഉള്ളവർ വളരെ ചുരുക്കമാണ്. ഇനി ആർക്കെങ്കിലും തേർഡ് പാർട്ടി ഉള്ളവർ ഇത് കാണുന്നുണ്ടെങ്കിൽ അത് ഉപേക്ഷിച്ച് തിരിച്ചു വരണം എന്ന ഇതുകൂടി ഈ വ്യക്തിക്ക് മനസ്സിലുള്ളതായിട്ട് കാണുന്നു. ഇത് മറ്റാരോടും ഇനിയിപ്പം ഇവര് ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വന്നു എന്ന് വിചാരിക്കാം. അങ്ങനെ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ അപ്രോച്ച് ചെയ്ത് നിങ്ങളിലേക്ക് വന്നു. അപ്പൊ അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് റീസ്റ്റാർട്ട് ചെയ്തു അല്ലെങ്കിൽ ചെയ്യാൻ പോകുന്നു എന്നൊരു കാര്യങ്ങളൊന്നും മറ്റാരുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് അവർ ആഗ്രഹിക്കുന്നില്ല. അത് രഹസ്യമാക്കി വെക്കാനായിട്ട് അവർ ആഗ്രഹിക്കുകയാണ് എന്നൊരു എനർജി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അപ്പൊ ഇപ്പൊ അവരൊട്ടും ഹാപ്പി അല്ല, അതുപോലെ തന്നെ അവരൊട്ടും സാറ്റിസ്ഫൈഡ് അല്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്താണ്, ഇവർ ഫാമിലിയിലായിക്കോട്ടെ അല്ലെങ്കിൽ ജോബിലായിക്കോട്ടെ എന്ത് തന്നെയായ ആ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്ന് അവർക്ക് പോരണം. അതാണ് ഇപ്പൊ അവരുടെ മനസ്സിലുള്ളത്. അപ്പൊ തേർഡ് പാർട്ടിയുമായിട്ട് ചിലപ്പോൾ ആർഗ്യുമെന്റ്സ് ഉണ്ടാകാം, തേർഡ് പാർട്ടി സിറ്റുവേഷനിലുള്ള ആളുകളുമായിട്ടൊക്കെ ആർഗ്യുമെന്റ്സ് ഉണ്ടാകാം, വഴക്കുകൾ ഉണ്ടായിട്ടുണ്ടാകാം. അപ്പോൾ അവർക്ക് എന്തായാലും മനസ്സിലായി, ഞാൻ ഇനി ഇവിടെ നിന്ന് ഒരു ഗതി പിടിക്കില്ല, എനിക്കൊരു മെച്ചം ഉണ്ടാവില്ല എന്നവർ വ്യക്തമാക്കി മനസ്സിലാക്കിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവർ റിട്ടേൺ അടിക്കുകയാണ്. വീണ്ടും തിരിച്ച് ഒരു റിലേഷൻഷിപ്പിലേക്ക് വരാനും റീസ്റ്റാർട്ട് ചെയ്യാനും ഒക്കെ അവർ ആഗ്രഹിക്കുക എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് വരും. അപ്പം ഇവർ ഈ ഒരു കാര്യം നിങ്ങളുമായിട്ട് റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പിൽ അഗെയിൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇത് രഹസ്യമാക്കി വെക്കണം എന്ന് ആഗ്രഹിക്കുന്നതിന് കാരണം ഈ ഒരു തേർഡ് പാർട്ടി, അതായത് പേരൻസ് ആയിരിക്കാം, എന്ത് തന്നെ ആയിക്കോട്ടെ, ആ കുറച്ച് ആളുകളുണ്ട്. ആ ഒരു ആളുകൾ ഇവരുടെ അടുത്ത് വന്ന് വഴക്കുണ്ടാക്കിയും കോൺഫ്ലിക്ട്സുകൾ ഉണ്ടാക്കി അല്ലെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയൊക്കെ ചെയ്യുമെന്ന് ഇവർക്ക് നല്ല ധാരണയുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉള്ളത് കൊണ്ടായിരിക്കാം ഇവരിത് രഹസ്യമാക്കി വെക്കണം എന്ന് ആഗ്രഹിക്കുന്നത്. അപ്പം ഇങ്ങനെ അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഒന്ന് പറഞ്ഞു നടക്കാനോ മറ്റുള്ളവരെ കാണിക്കാനോ ഒന്നും ഇയാള് ഇഷ്ടപ്പെടുന്നില്ല. ചിലപ്പോൾ മനസ്സുകൊണ്ട് ഇവര് പലപ്പോഴും ഈ ഒരു നിങ്ങളിലേക്ക് എത്തിയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടിയുടെ അടുത്ത് നിന്ന് ഇറങ്ങി പോന്നു കഴിഞ്ഞിട്ടുണ്ടാകാം. പക്ഷെ ഫിസിക്കലി ഇപ്പോഴും അവിടെ ആണ് അവർ നിൽക്കുന്നത്. അതാണ് നമുക്ക് മെയിനായിട്ടും പറയാനായിട്ട് വരുന്നത്. പിന്നെ ഇതാരെങ്കിലുമൊക്കെ ആയിട്ട് റെസിനേറ്റ് ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സമയത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്കൊരു കോണ്ടാക്ട് വന്നിട്ടുണ്ടാകാം. നമുക്ക് അതാണ് അങ്ങനെ ഒരു എനർജി ഇവിടെ കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് മിക്കവാറും അവരുടെ അടുത്തുനിന്ന് ഒരു കോള്, നിങ്ങളുടെ പേഴ്സന്റെ അടുത്തുനിന്ന് ഒരു കോള് അല്ലെങ്കിൽ ഒരു മെസ്സേജ് ഒക്കെ വന്നിട്ടുണ്ടാകാം. ഇല്ലെങ്കിൽ നിങ്ങൾക്കത് പ്രതീക്ഷിക്കാവുന്നതാണ്. അങ്ങനെ ഒരു കോളോ മെസ്സേജ് ഒക്കെ വന്നിട്ടുള്ളവരുണ്ടെങ്കിൽ ദയവായി കമന്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കാം. അപ്പം പക്ഷേ നിങ്ങളത് ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല. കാരണം നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാകാം കുറച്ച് ഈഗോ ഉള്ള വ്യക്തികളായിട്ടാണ് നിങ്ങളിവിടെ കാണുന്നത് ചെറിയ രീതിയിൽ. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ വിചാരിച്ചിട്ടുണ്ടാകും, എന്നെ ഉപേക്ഷിച്ച് പോയപ്പോൾ ഞാൻ ഒത്തിരി സങ്കടപ്പെട്ടു, വിഷമിച്ചു, എൻ്റെ ഒരു വിഷമോ നിരാശയോ വിഷമങ്ങളോ സങ്കടങ്ങളോ അല്ല ഡിപ്രഷൻ സ്റ്റേജിലൂടെ കടന്നുപോയത് ഒന്നും ഈ വ്യക്തി കെയർ ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ എന്തിനാ ഇപ്പോൾ ഈ വ്യക്തി ചാടിക്കയറി വിളിക്കുമ്പോൾ എടുക്കണം?
അങ്ങനെയൊക്കെ അതൊരു ക്വൈറ്റ് നാച്ചുറൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടാകില്ല എന്നാണ് നമുക്ക് കിട്ടുന്ന ഒരു എനർജി. ഇവിടെ നിങ്ങളുടെ പേഴ്സന്റെ ഒരു എനർജി നോക്കുമ്പോൾ വളരെ ഏജ് കുറഞ്ഞ വ്യക്തികളായിട്ട് കാണുന്നത്. ചിലപ്പോൾ നിങ്ങളെക്കാളും 1-2 വയസ്സിന് എളുപ്പമുള്ള ആളുകളാകാനാണ് കൂടുതലും സാധ്യത നിങ്ങളുടെ പേഴ്സൺ. അപ്പം അങ്ങനെ ഒരു എനർജി കിട്ടുന്നുണ്ട്. അപ്പം ആ പേഴ്സൺ നിങ്ങളിലേക്ക് വരുമ്പോൾ ഒരു റീസ്റ്റാർട്ട് അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് ന്യൂ ബിഗിനിങ് ഒക്കെ ആയിട്ട് നിങ്ങളിലേക്ക് വരുന്ന സമയത്ത് അവർക്ക് ശരിക്കും കുറച്ച് അഡ്വൈസ് ഒക്കെ കൊടുത്ത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതായിട്ടുള്ള ഒക്കെ വരും നിങ്ങൾക്ക്. അപ്പം അതൊക്കെ ഒന്ന് ജസ്റ്റ് കണ്ടും വരയ്ക്കൊക്കെ നിൽക്കാനായിട്ട് ശ്രമിക്കുക. അപ്പം നിങ്ങളുടെ വ്യക്തിയുടെ ക്യാരക്ടറായി ഈ ഒരു ഇതൊക്കെ റിലേറ്റ് ചെയ്ത് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് അറിയിക്കുക നിങ്ങൾ കമൻറ്റ് വഴി. അപ്പോൾ എൻ്റെ പേഴ്സൻ്റെ ക്യാരക്ടർ ഇങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വ്യക്തികളാണ്, അല്ലെങ്കിൽ ഏജിന് ഇളയതാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അറിയിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇതാണ് ഓവറോൾ നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു എനർജി എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ഒരു റീസ്റ്റാർട്ട് ഉണ്ടാകും. പക്ഷെ അവർ നിങ്ങളിലേക്ക് വരുമ്പോൾ അവരെ സ്വീകരിക്കണോ വേണ്ടോ എന്നൊക്കെ ഉള്ളത് നിങ്ങളുടെ ഒരു ഇതാണ്. കാരണം നമുക്ക് കുറച്ച് ആളുകൾക്ക് അവരുടെ സിറ്റുവേഷൻസ് അത്ര കറക്റ്റ് ആയിട്ടുള്ളതല്ല. ഓരോരുത്തരുടെ സിറ്റുവേഷൻസ് അവർക്ക് മാത്രം അറിയാനായിട്ട് പറ്റുകയുള്ളൂ. ഒത്തിരി നിങ്ങളെ കഷ്ടപ്പെടുത്തി പോയ റിലേഷൻഷിപ്പ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ക്ഷമിച്ച് അതിലേക്ക് വരാനൊക്കെ ഒത്തിരി പാടായിരിക്കും. പിന്നെ ഇത് തേർഡ് പാർട്ടി ഓടിച്ചു വിട്ടിട്ട് വരുന്ന കുറച്ച് പേരെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതൊക്കെ വ്യക്തമായിട്ട് അറിയാവുന്ന ആളുകളാണെങ്കിൽ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാനൊക്കെ ഒത്തിരി പാടായിട്ട് വരും. അപ്പോൾ നിങ്ങളുടെ ഡിസിഷൻ എന്താണോ അതാണ് ആ ഒരു രീതിയിൽ നിങ്ങൾ ഡിസിഷൻ എടുക്കുക. പേഴ്സണലായിട്ടൊരു ഡിസിഷനോ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണമെന്നൊന്നും ഞാൻ പറയില്ല. ഓരോരുത്തരുടെയും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും അവർക്ക് മാത്രമേ അറിയാവുള്ളൂ, സിറ്റുവേഷൻസും അതുപോലെ തന്നെ. അപ്പോൾ ഈ ഒരു റീഡിങ് നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കമൻറ്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസ് റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ക്ലൂസ് ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ഫസ്റ്റ് ക്ലൂ നമുക്ക് കിട്ടിയിരിക്കുന്നത് 2023 എന്ന് പറയുന്ന ഒരു വർഷമാണ്. സെക്കൻഡ് ക്ലൂ സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ട ആളുകളായിരിക്കും നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ. ഓക്കെ, നമുക്ക് 9 എന്ന് പറയുന്ന ഒരു നമ്പർ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ലെറ്റർ കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. 25 നമ്പർ 25 കിട്ടിയിട്ടുണ്ട്. പത്തനംതിട്ട എന്ന് പറയുന്ന ഒരു ജില്ല നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ വയനാട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ജൂലൈ മന്ത് ഒരു പോസിബിലിറ്റിയാണ്. 32 എന്ന് പറയുന്ന ഒരു നമ്പർ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ എറണാകുളം ജില്ല നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ചാരിറ്റി, നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ചാരിറ്റി ഒക്കെ ചെയ്യാനായിട്ട് ഒത്തിരി ഇഷ്ടപ്പെടുന്ന ആളുകളായിരിക്കാം, അല്ലെങ്കിൽ ചാരിറ്റി ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികളായിരിക്കാം എന്ന് വിചാരിക്കുകയാണ്. അതുപോലെ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഫിസിക്കൽ ഫിറ്റ്നസ്, നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ ജിമ്മിലൊക്കെ പോകുന്ന വ്യക്തികളോ അല്ലെങ്കിൽ നല്ല ബോഡി ബിൽഡ് ചെയ്യുന്നവരോ അങ്ങനെയൊക്കെ ഇഷ്ടപ്പെടുന്നവരോ ഒക്കെ ആയിരിക്കാം. മെയ് മന്ത് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. സോഷ്യൽ വർക്കർ, നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ സോഷ്യൽ വർക്കർ ആയിരിക്കാം, അല്ലെങ്കിൽ അത്തരം ജോലികളൊക്കെ ചെയ്യുന്നവരായിരിക്കാം, അല്ലെങ്കിൽ അത് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളുകളും ആയിരിക്കാം. 52 എന്ന് പറയുന്ന നമ്പർ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ കൊല്ലം ഡിസ്ട്രിക്റ്റ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ലെറ്റർ വൈ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. 1984 എന്ന് പറയുന്ന ഒരു വർഷം നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ലെറ്റർ എം നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. 1990 എന്ന് പറയുന്ന ഒരു വർഷം നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ബ്ലാക്ക് കളർ, യെസ്, നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ബ്ലാക്ക് കളർ ഒത്തിരി ഇഷ്ടമുള്ള ആളുകളായിരിക്കാം എന്ന് വിചാരിക്കുകയാണ്. അതുപോലെ നമുക്ക് മലപ്പുറം ഡിസ്ട്രിക്റ്റ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ടുമോറോ, നാളെ നിങ്ങൾക്ക് എന്തോ ഒരു നല്ല കാര്യം സംഭവിക്കും എന്നാണ് ഉള്ളൊരു പോസിബിലിറ്റിയാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. നമ്പർ 2 നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നവംബർ മന്ത് ഒരു പോസിബിലിറ്റി നമുക്ക് കിട്ടിയിട്ടുണ്ട്. തൃശ്ശൂർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഒക്കെ തൃശ്ശൂരൊക്കെ ഉള്ള ആളുകളായിരിക്കാം. ഫ്ലവേഴ്സ്, നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ഈ ഫ്ലവേഴ്സുമായിട്ട് ഒത്തിരി, ഈ ഒരു റിലേഷൻഷിപ്പിന് ഫ്ലവേഴ്സുമായിട്ട് ഒത്തിരി ബന്ധമുള്ള ആളുകളാണ് എന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ഫ്ലവേഴ്സ് ഒക്കെ ഒത്തിരി ഇഷ്ടമുള്ള ആളുകളായിരിക്കാം. നമ്പർ 22 നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഗവൺമെന്റ് സർവീസിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകളായിരിക്കാം. ഒക്ടോബർ മന്ത് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. സെപ്റ്റംബർ മന്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ഒരു ക്ലൂ ട്രിവാൻഡ്രമാണ്. ട്രിവാൻഡ്രത്തു നിന്നുള്ള ആളുകൾ ആരെങ്കിലും ഒക്കെ ഉണ്ടായിരിക്കാം എന്ന് വിചാരിക്കുകയാണ്. 54 എന്ന് പറയുന്ന ഒരു നമ്പർ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. 2004 നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്ര ക്ലൂസ് ആണ് നമുക്കിവിടെ ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലൂസും അതുപോലെ റീഡിങ്ങും നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കമൻറ്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഈ ഒരു റീഡിംഗ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.